A+2 സ്വാഗതം. പാൻ കാർഡുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവെക്കുന്നത്. നിശ്ചയമായും പാൻ കാർഡ് ഉള്ളവരെല്ലാം കാണേണ്ട ഒരു എപ്പിസോഡാണ് ഇത്. പാൻ കാർഡ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന മേൽവിലാസത്തിലായിരിക്കും പാൻ കാർഡ് എടുക്കുക. അതായത് താമസിക്കുന്ന സ്ഥിരമായ ഒരു മേൽവിലാസമാണെങ്കിൽ ആ മേൽവിലാസം കാണിച്ചുകൊണ്ട് നമ്മൾ പാൻ കാർഡ് എടുക്കുമ്പോൾ ആ മേൽവിലാസം ഉൾപ്പെട്ട സ്ഥലത്തെ ജൂറിസ്ഡിക്ഷനിലായിരിക്കും നമ്മൾ വരിക. എന്നാൽ നമ്മൾ ഈ അഡ്രസ്സ് മാറുകയാണെങ്കിൽ, അതായത് താമസം മാറ്റുകയാണെങ്കിൽ വേറൊരു മേൽവിലാസം നമുക്ക് ഉണ്ടാകും. അങ്ങനെ മേൽവിലാസം പുതിയതായി ഉണ്ടാകുമ്പോൾ, ഒരു പുതിയ വീട് വാങ്ങിയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ വന്ന് വേറൊരു വാടക സ്ഥലത്തേക്ക് പോവുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ ചിലപ്പോൾ അതനുസരിച്ച് അവിടെ സ്ഥിരമാവുകയാണെങ്കിൽ ആ മേൽവിലാസം നമ്മൾ പാൻ കാർഡിൽ മാറ്റം വരുത്താറുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ആയില്ല, ആ പാൻ കാർഡിൻ്റെ ജൂറിസ്ഡിക്ഷൻ കൂടി നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഒരു ടാക്സ് പേയർ പെർമനൻ്റായി വീട് മാറുകയാണെങ്കിൽ ഇൻകം ടാക്സ് പോർട്ടലിൽ അതിൻ്റെ വിശദാംശങ്ങളിൽ നമ്മൾ ഈ മാറ്റം വരുത്തുകയും ആ വിവരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ രേഖാമൂലം അറിയിക്കുകയും വേണം. പാൻ കാർഡിലെ വിലാസം, അതായത് അഡ്രസ് മാറുന്നതുകൊണ്ട് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ സാധാരണഗതിയിൽ സ്വയം മാറും എന്ന് കരുതരുത്. നമ്മൾ ചില കാര്യങ്ങൾ അതിന് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി നമ്മൾ ഇനി പറയുന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കണം. tin.tin.nsdl.com/pan2 എന്ന വെബ്സൈറ്റിലാണ് പ്രവേശിക്കാൻ. ഈ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. ഈ വെബ്സൈറ്റ് സന്ദർശിച്ച ശേഷം പാൻ കാർഡിലെ അഡ്രസ്സ് മാറ്റുന്നതിന് നമ്മൾ അപേക്ഷ നൽകണം. അതിനൊരു ഫീസുണ്ട്. ആ ഫീസ് നമ്മൾ നൽകേണ്ടിയും വരും. ഈ ഫോറം നമ്മൾ പൂർണ്ണമായും പൂരിപ്പിച്ചതിന് ശേഷവും പണം അടയ്ക്കുകയും അതിനെ തുടർന്ന് നമുക്ക് ലഭിക്കുന്ന രസീത് സൂക്ഷിക്കുകയും വേണം. ഈ റിസിപ്റ്റിൻ്റെ പ്രിൻ്റ് നമ്മൾ എടുക്കുകയും നമ്മുടെ ഫോട്ടോ ഒട്ടിച്ച് അതിൽ ഒപ്പിടുകയും വേണം. നിങ്ങൾ എടുക്കുന്ന രസീത് എന്ന് പറയുന്നത് ഫോം സബ്മിറ്റ് ചെയ്യുകയും ബന്ധപ്പെട്ട ഫീസ് അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ സബ്മിഷനുമായി ബന്ധപ്പെട്ട റിസിപ്റ്റ് ആണ് ലഭിക്കുക. അതിൻ്റെ പ്രിൻ്റ് എടുത്താണ് നമ്മൾ ഫോട്ടോ കൂടി അതിൽ ഒട്ടിച്ച് ഒപ്പിടേണ്ടതുണ്ട്. ഓൺലൈനിൽ നമ്മൾ അപേക്ഷ നൽകി 15 ദിവസത്തിനകം NSDL-ന് ഈ രേഖകളെല്ലാം കാണിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ കൈവശം ലഭിച്ച രസീത് ബൈ പോസ്റ്റായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഇതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യാൻ ഉള്ളത്. ഇത് വിലാസം എന്തുകൊണ്ട് മാറ്റുന്നു എന്നുള്ള കാരണവും വ്യക്തമാക്കി നിലവിൽ AOയ്ക്ക് ഒരു അപേക്ഷയും നൽകണം. നമ്മൾ ഇപ്പോൾ ഈ പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട AOയ്ക്കാണ് നമ്മൾ അപേക്ഷ നൽകാൻ. ഈ വിലാസം മാറ്റാനുള്ള ഡീറ്റെയിൽസും നമ്മൾ ഈ റിസിപ്റ്റിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയും വെച്ചാണ് അപേക്ഷിക്കാൻ. AOയെ മാറ്റുന്നതിന് നിലവിലുള്ള AOയോട് അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട് പുതിയ AOയ്ക്ക് മറ്റൊരു അപേക്ഷയും നൽകണം. പ്രത്യേകിച്ച് ഓർക്കുക, ഇത് അല്പം നൂലാമാല പിടിച്ച ഒരു പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞത് ഒന്നും കൂടി വ്യക്തമാക്കാം. നമ്മളിപ്പോൾ നിലവിലുള്ള AOയെ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ പുതിയ AOയ്ക്ക് മറ്റൊരു അപേക്ഷ കൂടി നൽകാൻ ഉണ്ട്. പുതിയ AOയുടെ അപേക്ഷ സ്വീകരിച്ചാൽ ആദായ നികുതി കമ്മീഷണർ അത് കൈമാറുകയും ചെയ്യും. ആദായ നികുതി കമ്മീഷണർ നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള AO പുതിയ ആളായി മാറുകയും ചെയ്യും. അതായത് നിലവിലുള്ള AOയിൽ നിന്നും പുതിയ ആളിലേക്ക് നമ്മുടെ ഈ ജൂറിസ്ഡിക്ഷൻ്റെ പരിധി മാറ്റപ്പെടും എന്ന് ചുരുക്കം. AOയുടെ മാറ്റത്തിൻ്റെ കാര്യങ്ങൾ ഏകദേശം പൂർത്തിയായ ശേഷം
നമ്മുടെ അസസ്മെൻ്റ് രേഖകൾ നിലവിലെ അധികാര പരിധിയിലുള്ള AOയിൽ നിന്ന് പുതിയ അധികാര പരിധിയിലുള്ള AOയിലേക്ക് മാറ്റപ്പെടും. AO എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ നിലവിൽ നോക്കുന്ന AO തന്നെ ഈ പ്രക്രിയ നടത്തിക്കൊള്ളും. അങ്ങനെയാണ് നമ്മൾ തീർച്ചയായും ഈ പാൻ കാർഡിൻ്റെ ജൂറിസ്ഡിക്ഷൻ മാറ്റേണ്ടതുള്ളത്. പാൻ വിലാസം മാറ്റിയിട്ടുള്ളതിനാൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിയിട്ടുള്ളവർ ചെയ്താൽ മതിയാവും. അതിൽ പ്രധാനമായും പാനിൻ്റെ മേൽവിലാസം മാറ്റിയവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് ഇതാണ്. അതായത് നമ്മൾ ഈ ഓൺലൈനായിട്ട് അപേക്ഷ നൽകി 15 ദിവസത്തിനകം NSDLന് അനുബന്ധ രേഖകളെല്ലാം സഹിതം രസീത് പോസ്റ്റിൽ അയച്ചതിന് ശേഷം വിലാസം മാറ്റാനുള്ള കാരണം വ്യക്തമാക്കി നിലവിലെ AOയ്ക്ക് ഒരു അപേക്ഷ നൽകുകയാണ് ആൾറെഡി മേൽവിലാസം മാറ്റിയിട്ടുള്ളവർ ചെയ്യേണ്ട കാര്യം. തുടർന്ന് AOയെ മാറ്റുന്നതിന് നിലവിലുള്ള AOയോട് അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട് പുതിയ AOയ്ക്ക് മറ്റൊരു അപേക്ഷയും നമ്മൾ നൽകേണ്ടതുണ്ട്. ഇപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് ഞാൻ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ നിലവിൽ പാൻ കാർഡിൻ്റെ മേൽവിലാസം മാറ്റിയിട്ടുള്ളവർ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. എന്നാൽ മേൽവിലാസവും മാറ്റിയിട്ടില്ല, അതേപോലെ ജൂറിസ്ഡിക്ഷനും മാറ്റിയിട്ടില്ലാത്ത ആളുകൾ ഞാൻ ആദ്യം മുതൽ സൂചിപ്പിച്ച പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നും ഓർത്തിരിക്കുക. ഈ പാൻ കാർഡ് ജൂറിസ്ഡിക്ഷൻ്റെ പരിധി മാറ്റുന്ന വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവച്ചത്. ഇത്തരം വിവരങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കാം. നന്ദി.